നമസ്കാരം. ഇന്നും ഒരു ട്രേസിംഗ് വീഡിയോ തന്നെയാണ്. സ്പെഷ്യലി ഈ വീഡിയോ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ബേസിക് ലെവൽ ചെയ്യുമ്പോഴും അഡ്വാൻസ് ലെവൽ ചെയ്യുമ്പോഴും ഒരുപാട് അസൈൻമെൻറ്റ്സ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ അസൈൻമെൻറ്റ്സിനെല്ലാം നിങ്ങൾ ട്രേസ് ചെയ്തു അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയവും പോവും, പിന്നെ ഒരുപാട് നമുക്ക് ചിലവുമാണ്. അപ്പോൾ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് പ്രിൻ്റ് എടുക്കുകയോ ട്രേസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു മെത്തേഡാണിത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിനെ പറ്റിയും അതുപോലെ പേപ്പർ കോപ്പി ആപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് പിൻട്രസ്റ്റ് ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ സ്ക്രീനിൽ ഐക്കൺ കാണുന്നുണ്ടല്ലോ, ഞാൻ സർക്കിൾ ചെയ്തിരിക്കുന്നത്. ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് പിൻട്രസ്റ്റ് ആപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജിമെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യണം. പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ താഴെ ആ ഒരു സെർച്ച് ബട്ടൺ ഇല്ലേ, ഞാൻ സർക്കിൾ ചെയ്തിരിക്കുന്നത്, അവിടെ പ്രസ് ചെയ്യണം. ഇനി മുകളിൽ ഈ ടിക്ക് കൊടുത്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെയുള്ള പിക്ചറാണോ വേണ്ടുന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഔട്ട്ലൈൻ ഇമേജസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇമേജസ് വരും. അതിപ്പോൾ ഏത് സ്റ്റിച്ചിലാണെങ്കിലും, ചെയിനിലാണെങ്കിലും ഡബിൾ ചെയിനിലാണെങ്കിലും ലൂപ്പിലാണെങ്കിലും ഏത് സ്റ്റിച്ചാണെങ്കിലും നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റുന്ന ഇമേജസ് ആണ് ഈ വരുന്നതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഇമേജസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ആ താഴെ കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ റോസ് ഇമേജ് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ താഴെ തന്നെ ഒരു 3 ഡോട്ടുണ്ട്. ആ ഡോട്ടിൽ പ്രസ് ചെയ്തു ഡൗൺലോഡ് ചെയ്തു. ഇപ്പോൾ ഇമേജ് ഡൗൺലോഡായി. ഇനി നമുക്ക് ഗാലറിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിൽ സൂക്ഷിക്കാം. ഇനി ഈ ഒരു പിക്ചേഴ്സിനെ പ്രിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പറിലേക്ക് ട്രേസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് എങ്ങനെ ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യാമെന്ന് കാണിക്കാം. ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ പേര് പേപ്പർ കോപ്പി എന്നാണ്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഈ സർക്കിൾ ചെയ്തിരിക്കുന്നില്ലേ, അപ്പോൾ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഐക്കൺ ശ്രദ്ധിച്ചാൽ മതി, നമുക്കതിൽ പ്രസ് ചെയ്യാം. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗാലറിയിലേക്കാണ് പോകുന്നത്. ഗാലറിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഏത് പിക്ചറാണോ നമുക്ക് ട്രേസ് ചെയ്യേണ്ടത് ആ ഒരു പിക്ചറിനെ സെലക്ട് ചെയ്യണം. ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന പിക്ചർ ഞാൻ സെലക്ട് ചെയ്തു. പിക്ചർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ട്യൂട്ടോറിയൽ പേജാണ് വരുന്നത്. സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വേണ്ടി വോളിയം ഡൗൺ ബട്ടണും അതുപോലെ സ്ക്രീനിൽ വരുന്ന സെറ്റിങ്സിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി വോളിയം അപ്പ് ബട്ടണും പ്രസ് ചെയ്യാനാണ് ഈ ഒരു പേജിൽ പറയുന്നത്. ഇവിടെ താഴെ കാണുന്ന OK ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ സ്ക്രീനിൽ കാണാം. ഇനി ആ ഒരു പിക്ചറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സെറ്റിങ്സ് കണ്ടോ, ആ ഒരു സെറ്റിങ്സിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി വോളിയം അപ്പ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. ഇപ്പോൾ സെറ്റിങ്സ് ഹൈഡായി. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിനെ നമുക്ക് ഏത് സൈസിലാണോ ട്രേസ് ചെയ്യേണ്ടത് ആ ഒരു സൈസിലേക്ക് സൂം ചെയ്യണം. സ്ക്രീനിൽ കൊള്ളുന്നതിനേക്കാൾ വലുതായിട്ടാണ് നമ്മൾ സൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പകുതി ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് ആ ഒരു സ്ക്രീനിനെ ലോക്ക് ചെയ്യണം. ഇപ്പോൾ സ്ക്രീൻ ലോക്കായി. ഇനി നമുക്ക് പിക്ചർ ട്രേസ് ചെയ്യാം. ഞാനിവിടെ നേരത്തെ തന്നെ ക്ലോത്ത് എല്ലാം നമ്മുടെ റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്ലോത്തിൻ്റെ അടിയിലേക്ക് നമുക്ക് ഈ ഒരു ഫോണിനെ പിടിക്കണം. നമ്മൾ ക്ലോത്തിൻ്റെ അടിയിൽ അരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് പിടിക്കില്ലേ, അപ്പോൾ അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മൊബൈൽ നമുക്ക് ക്ലോത്തിൻ്റെ അടിയിലേക്ക് പിടിക്കാം. മൊബൈൽ ഇതുപോലെ നമ്മുടെ ക്ലോത്തിൻ്റെ അടിയിൽ ആ ക്ലോത്തിനോട് ചേർത്ത് ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ പിക്ചർ നമുക്ക് കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിക്ചർ ട്രേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് മാക്സിമം ആക്കി കഴിഞ്ഞാൽ പിക്ചർ ട്രേസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് എവിടെയാണോ ഈ ഒരു പിക്ചർ ട്രേസ് ചെയ്യേണ്ടത് അവിടേക്ക് മൊബൈൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഡ്രോ ചെയ്ത് തുടങ്ങാം. ഇതൊരു കറക്റ്റായ മെത്തേഡ് അല്ല കേട്ടോ ട്രേസിങ്ങിൻ്റെ. ഇതൊരു ഈസി മെത്തേഡ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു തരികയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് എപ്പോഴും അത് ട്രേസ് ചെയ്യുകയും അതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആണ്, സമയവും പോവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഈസി മെത്തേഡ് പറയുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിന് ഒരിക്കലും ഈ ഒരു മെത്തേഡിൽ ചെയ്യല്ല്. അതുപോലെ നമ്മുടെ ബ്രൈഡൽ വർക്കുകളോ അതല്ലെങ്കിൽ നല്ല ഡ്രസ്സുകൾ വർക്ക് ചെയ്യാനൊന്നും ഈ ഒരു ഈസി മെത്തേഡ് ചെയ്യാൻ നോക്കല്ല്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു ട്രേസ് ചെയ്ത് തന്നെ ചെയ്യണം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈസി മെത്തേഡ് പറഞ്ഞു തരുവാണ്.
ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൊബൈൽ മാറ്റാം. ഇപ്പോൾ സ്ക്രീൻ ലോക്കാണ്. നമ്മൾ വോളിയം ഡൗൺ ബട്ടൺ തന്നെയാണ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി ഈ പിക്ചറിൻ്റെ അടുത്ത പകുതി ഭാഗം നമുക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ലോക്ക് ചെയ്യുക. ഇനി ക്ലോത്തിൽ നമ്മൾ പിടിക്കുമ്പം ആ പകുതി ഭാഗം ഡ്രോ ചെയ്ത സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം വേണം അടുത്ത പകുതി ഡ്രോ ചെയ്യാൻ. ഇപ്പോൾ ഫസ്റ്റ് പകുതി നമ്മൾ ആദ്യം ഡ്രോ ചെയ്ത അതേ സ്ഥലത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം അടുത്ത പകുതി കൂടി ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പിക്ചർ ഫുള്ള് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി മൊബൈൽ മാറ്റാം. ഇപ്പോൾ ഈ പിക്ചർ കണ്ടോ, നമ്മൾ ആ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത സെയിം അതുപോലെ തന്നെ ഡ്രോ ചെയ്ത് കിട്ടി. ഇതുപോലെ നമുക്ക് പേപ്പർ കോപ്പി ആപ്പ് ഉപയോഗിച്ച് ഏത് പിക്ചർ വേണേലും ഏത് സൈസിൽ വേണേലും നമുക്ക് ഡയറക്റ്റ് ട്രേസ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഈസി ആയിട്ടുള്ളൊരു പിക്ചറാണ് കാണിച്ചത്. പക്ഷേ നമുക്ക് എത്ര ഹാർഡായിട്ടുള്ള പിക്ചർ വേണേലും ഇതുപോലെ ട്രേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പിക്ചർ കണ്ടോ, ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് തോന്നും ഡ്രോ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കുമെന്ന്. പക്ഷേ നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഇതുപോലെ സൂം ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്